പച്ചടി, കിച്ചടി, തോരൻ, പപ്പടം, ചിക്കൻ വറുത്തത്, മീൻകറി, മീൻ വറുത്തത്, കാളൻ, ഓലൻ, പരിപ്പ് പായസം, ഗോതമ്പ് പായസം, എല്ലാം ആയിട്ടുണ്ട്. ഇനി അവര് വന്ന് കഴിച്ചാ മതി. സുരഭി, എന്തോ മന്നി, എന്താ ശശാങ്കേട്ടാ വിളിച്ചാ? എല്ലാം ആയോടി? ആയോന്നാ? പച്ചടി, കിച്ചടി, തോരൻ, പപ്പടൻ, ഓലൻ, കാളൻ, ചിക്കൻ വറുത്തത്, ചിക്കൻ കറി, മീൻകറി, മീൻ വറുത്തത്, രസം, പുളിയിഞ്ചിക്കറി, പിന്നെ സവാളക്കറി, പാവക്കത്തീയലി, പിന്നെ ഗോതമ്പ് പായസവും വെള്ള പായസവും. മതിയില്ലേ? എടി എല്ലാം കടയിന്ന് മേടിച്ചാണെന്ന് തോന്നൂടി. എവിടെ നിന്ന് മനസ്സിലാവാൻ? ഞാൻ ആ പ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഇവിടുത്തെ പാത്രത്തിൽ ഇട്ടിട്ട് അതെല്ലാം കഴുകി അപ്പുറത്ത് കൊണ്ടുവച്ച്. ഇനി എങ്ങനെ അവർക്ക് മനസ്സിലാവാൻ? അറിഞ്ഞാലേ മാനം പോവും സുരഭി. എന്ത് മാനം പോവാൻ? ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പൊ വീട്ടിലെ ഭക്ഷണമൊന്നും ആരും കൊടുക്കണില്ല. എല്ലാവരും ഓർഡർ ചെയ്ത് വീട്ടിൽ വെച്ചിട്ട് വിളിച്ചു കൊടുക്കും. അതും പൈസ ചെലവന്നെയല്ലേ. എത്ര രൂപക്ക് സാധനങ്ങൾ മേടിച്ച്. എൻ്റെ ആങ്ങളയുടെ ഭാര്യയുടെ ചേട്ടന്റെ മോള് വന്നപ്പോ എങ്ങനെയായിരുന്നു? ഇതുപോലെ ഓർഡർ ചെയ്തായിരുന്നു. നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ല. എന്ത് നല്ല ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നില്ലേ? അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാലേ നമ്മള് നമ്മുടെ വീട്ടില് സ്വന്തം കയ്യാലെ നല്ല സ്നേഹത്തോടു കൂടി ഉണ്ടാക്കണ ഭക്ഷണത്തിന്റെ രുചി അത്രയും വരൂല. പിന്നെ ഞാനിപ്പോ ആലോചിക്കുന്ന കാര്യം വേറെ ഒന്നുമല്ല. നിനക്ക് അവരോട് ഭയങ്കര വൈരാഗ്യം വരുന്നല്ലേ? ഇപ്പൊ എന്തു ഇത്ര സ്നേഹം? കല്യാണ തലേന്ന് പോയിട്ട് ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കണ്ട് പോന്നവളല്ലേ നീ? അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ചേട്ടാ. അതൊന്നും ഇനിയിപ്പൊ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓർക്കേ വേണ്ട. എന്തൊക്കെ തന്നെ പറഞ്ഞാലേ അവരുടെ മനസ്സിലുണ്ടാവും സ്വന്തം മോളുടെ കല്യാണത്തിന് വരാത്ത ആൾക്കാരുടെ മുഖങ്ങള്. മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ല. തലേ ദിവസം ചെന്ന് പെട്ടെന്ന് എന്റെ വീട്ടിൽ നിന്ന് ഒരു കോള് വന്ന് ഞാൻ പോണേന്ന് പറഞ്ഞു. ദൂരെ, എന്റെ വീട് ദൂരെ ആയതുകൊണ്ടേ അവരത് വിശ്വസിച്ചോളും. പിന്നെ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിപ്പോ 2-3 ആഴ്ച കഴിഞ്ഞില്ലേ? അപ്പേക്ക് അവരൊക്കെ മറന്നിട്ടുണ്ടാവും. നിന്റെ സ്വഭാവം പോലെയാണെങ്കിൽ അവര് മറക്കാൻ സാധ്യതയില്ല. പിന്നെ അതിപ്പോ എന്റെ പെങ്ങളായതുകൊണ്ട് മിക്കവാറും മറന്നിട്ടുണ്ടാകും. ഒരു പെങ്ങൾ പ്രേമം കുറെ നാളായി ഞാൻ ഇത് കാണാൻ തുടങ്ങിയിട്ട്. എന്നാണെന്നാവും എനിക്ക് ഹാലിളകണം. അന്ന് തീരും നിങ്ങളുടെ പെങ്ങൾ പ്രേമം. എടി എന്റെ അമ്മ കഴിഞ്ഞാ പിന്നെ എന്റെ പെങ്ങളാന്ന് നിനക്ക് അറിഞ്ഞൂടെ? അപ്പൊ ഞാനാ ഏറ്റവും താഴെ ഇരിക്കുമല്ലേ? നീ എന്റെ അല്ലേ സുരഭി? പിന്നെ പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമുണ്ടോ? അധികം സോപ്പൊന്നും ഇടണ്ട കേട്ടാ. മണ്ടി വിശ്വസിച്ച്. അവരെത്താന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലേ ഏട്ടാ? ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? ഞാൻ വിളിച്ചിരുന്നോ? ഒരു താമുന്റെ വീടെത്താറായിന്ന് പറഞ്ഞ് അവിടെ കയറ്റി കാർ ഇട്ടിട്ട് ഇങ്ങോട്ട് നടന്നു വരാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ഇവിടെ 2 കാറിടാനുള്ള സൗകര്യം ഇല്ല. പിന്നെ അവരുടെ കാറ് പുറത്ത് മഴയത്ത് കിടക്കേണ്ടി വരും രാത്രി എങ്ങനെ മഴ പെയ്താല്. അത് നന്നായി. അവരെന്തായാലും നാളെയല്ലേ പോവുള്ളൂ. അപ്പൊ പിന്നെ ഇവിടെ ഇട്ടാ ശരിയാവൂല. അല്ല, അവരെ ഇവിടെ കിടത്തും? അവന്റെ മുറി കിടത്തണം, അല്ലാതെ വേറെ ഏത് മുറി കിടത്താനാണ്? പിന്നെ അവനാണെങ്കി ഇവിടെ ഇല്ലല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അയ്യോ, അവന്റെ മുറിയില്ല? അതവന് ഇഷ്ടാവോ ചേട്ടാ? ഒന്നില്ലെങ്കിലും കുറെ കാലം അവൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന പെണ്ണല്ലേ? പെണ്ണ് അവന്റെ മുറിയിൽ വേറൊരു ചെക്കന്റെ ഒപ്പം. ദേ, അതിന് പറയാൻ നിക്കണ്ട. അവൻ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതെന്തായാലും നീ കൂടി കുത്തിവെച്ച വിഷമായിരുന്നില്ലേ അത്? ഞാൻ മാത്രല്ല, നിങ്ങളുടെ പുന്നാര പെങ്ങളും പണ്ട് പറഞ്ഞിരുന്നു നമുക്ക് ഇവരെ ഒന്നിപ്പിക്കണം, 2 പേരെയും കല്യാണം കഴിപ്പിക്കണമെന്നൊക്കെ. ഇത്ര ഉള്ളപ്പോ തുടങ്ങി ഞാൻ കേൾക്കണാണ്. അവനെ ഇത്ര ഉള്ളപ്പോ തുടങ്ങി. പാവം എന്റെ മോനതും പറഞ്ഞ് ആശിച്ച് അവസാനം നല്ലൊരു ജോലിയുള്ള ചെക്കനെ കണ്ടപ്പോ എന്റെ മോനെ അവളും അവളുടെ അമ്മയും കൂടി തേച്ച്. പാവം എന്റെ മോൻ അന്ന് അവളുടെ കല്യാണ ദിവസം ഇവിടെ ഇരുന്ന് കരഞ്ഞത് എന്റെ കണ്ണിൽ ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഇനി മറക്കണം. 1 വർഷം കൂടി കഴിഞ്ഞ് അവൻ നാട്ടിലോട്ട് ലീവിന് വരില്ലേ? അപ്പൊ അപ്പോഴേക്ക് ഒരു കല്യാണമൊക്കെ ആലോചിച്ചാൽ കല്യാണം കൊണ്ട് നടത്തിയേക്കാം. പിന്നെ ഇതൊക്കെ പറഞ്ഞു പോകൂലേ? എന്നാലും ചേട്ടാ, നല്ലൊരു പെൺകൊച്ചായിരുന്നു നമ്മുടെ മോൻ. അവളെ തന്നെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അവരെ സ്വത്തും ഭാഗ്യമൊന്നും കണ്ടിട്ടല്ല. എന്നാലും എനിക്ക് ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇടി ആഗ്രഹം മാത്രം മതിയാ? അന്ന് അവന് വല്ല ജോലിയും കൂലിയായി ഉണ്ടാ. അപ്പൊ പിന്നെ ഈ പെണ്ണിനെയൊക്കെ ആലോചിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അളിയനാണെങ്കിൽ മിലിറ്ററി ആണെന്ന് അറിയാല്ല. അപ്പൊ ആ ഒരു സ്റ്റാൻഡിനുള്ള ആൾക്കാരായിരിക്കൂലേ അവനും സ്വന്തം മോളുടെ ആലോചിക്കണത്. ഇതിപ്പോ ഞാൻ ആ കൊച്ചിനോട് സംസാരിച്ചാണ്. അപ്പൊ പൊന്നു പറഞ്ഞത് അങ്ങനെ കൂട്ടൻ ചേട്ടനെ കണ്ടിട്ടില്ല എന്നാണ്. അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ചേട്ടാ, അവക്ക് പണ്ടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ വലുതായി വന്നപ്പോ ഇവൻ പഠിക്കണമൊന്നുമില്ലല്ല. അപ്പൊ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ആ വിചാരിച്ചിട്ട് വേണ്ടെന്ന് വെച്ചായിരിക്കുള്ളൂ. പിന്നെ നിങ്ങളുടെ പെങ്ങളില്ലേ, അവളായിരിക്കും ഇതിന്റെ മെയിൻ ആണി. അതെനിക്ക് ഉറപ്പാണ്. എത്ര ജന്മം കഴിഞ്ഞാലും ഞാൻ അവളോട് ഇതുകൊണ്ട് ക്ഷമിക്കൂല. എന്തിനാടി അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയണത്? ആ കൊച്ചങ്ങനത്തെ ഒരു കൊച്ചൊന്നും അല്ല. ഞാനൊന്നും പറയണില്ല. അല്ലെങ്കിൽ അതെ, നിങ്ങക്ക് ഞാൻ എന്ത് പറഞ്ഞാലും പിടിക്കൂല. എനിക്കറിയാത്. അമ്മാവാ, വാ കേറി വാ. എന്റെ പൊന്നു മോളെ, എത്ര നേരായി അമ്മായി അമ്മാവനും കാത്തിരിക്കണേ. എന്താണ് വരാൻ വൈകിയത്? ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി. ദാമുച്ചേട്ടന്റെ വീട്ടിലാണ് കാറിടാൻ സൗകര്യം ഒരുക്കിയേക്കണ മാമ വിളിച്ച് പറഞ്ഞല്ല.
അപ്പോൾ ദാമച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അതാ കുറച്ച് ലേറ്റ് ആയത്. ആൻറ്റി വിടണുണ്ടായിരുന്നില്ല, ചോറിന്നിട്ട് പോവാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞ് അമ്മ ഇവിടെ എല്ലാം ആക്കി വെച്ചേക്കെ ഇരിക്കുന്നു. അയ്യോ, ഈ സമയത്ത് ചായ തന്നവര് അയ്യോ ഒന്ന് കുടിക്കണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരുപാട് കറികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണം നിനക്ക് വേണ്ടി. അത് പേടിക്കണ്ട അമ്മായി, നമുക്ക് കൂലിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഭക്ഷണം കഴിക്കാം. അയ്യോ മോനെ നന്ദൂട്ടാ, അമ്മായി കണ്ടില്ല മോനെ. പൊന്നു ഇരിക്കും മോളെ, നന്ദു വാ ഇരിക്കും. അയ്യോ നന്ദൂട്ടൻ അന്ന് കല്യാണ ഫോട്ടോ കണ്ടേക്കാട് ഒരുപാട് അങ്ങോട്ട് ക്ഷീണിച്ച്. ഇവളുടെ അമ്മയുടെ ഭക്ഷണം ഒന്നും പിടിക്കുന്നുണ്ടാവില്ല അല്ലേ? ഞങ്ങളുടെ വീട്ടിലെ പോലെ ഒന്നല്ല, നല്ല അടിപൊളി ഭക്ഷണമാണ് പൊന്നുവിന്റെ അമ്മ ഉണ്ടാക്കണത്. എനിക്കിഷ്ടപ്പെട്ടു. അവളുടെ അമ്മക്ക് വലിയ പണിയൊന്നും അറിഞ്ഞൂടാ. ഞാനല്ലേ എല്ലാ കറി ഉണ്ടാക്കണൊക്കെ വാട്സാപ്പിലൂടെ അയച്ചു കൊടുക്കുമായിരുന്നു. പണ്ട് എഴുതി കൊടുക്കുമായിരുന്നു. പാചക ബുക്കായിട്ട് വെച്ചിരുന്നത് എന്റെ കൈയക്ഷരമുള്ള ബുക്കായിരുന്നു. ഞാനേ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് വെളുപ്പിന് എഴുന്നേറ്റാ ഞാൻ. പിന്നെ മക്കൾക്ക് വേണ്ടിയാവുമ്പോ അമ്മയ്ക്ക് അത് സന്തോഷമാണ്. അപ്പൊ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. സദ്യവട്ടം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ചിക്കനാ മീനാ ബീഫാണാ എന്താണ് മോന് ഇഷ്ടം എന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ല. അപ്പൊ എല്ലാം അങ്ങോട്ട് മേടിച്ച് എല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി. ദേ ഈ സ്വന്തം കയ്യാല്. എന്താ ശബ്ദം കേട്ടത്? ട്രാൻസ്ഫോമർ പൊട്ടിയതാന്ന് തോന്നണ്, അത്രക്ക് തള്ളല്ലേ. അതെന്താണമ്മ അങ്ങനെ പറഞ്ഞത്? അല്ല ഇപ്പൊ ഭയങ്കര ചൂടാണല്ല, അതിന്റെ പ്രഷറിൽ ചിലപ്പോ പൊട്ടിയതായിരിക്കും. ഇടക്കിടക്ക് പൊട്ടാറുണ്ട് ഇവിടെ. അപ്പൊ ഇനി മുതല് പൊന്നുമോളെ എവിടെ ഇരിക്കും? അവിടെ ഇരിക്കും അല്ലേ? അല്ലല്ല, കുറച്ചു ദിവസം കൂടി അവൾ ഇവിടെ നിൽക്കും. എന്തോ വഴിപാടൊക്കെ ഉണ്ട് അമ്മക്ക്. അപ്പൊ അതൊക്കെ നടത്തിയതിന് ശേഷമേ ഇവിടെ അങ്ങോട്ട് വരുള്ളൂ. അയ്യോ മോനില്ലാണ്ട് ഇവളിങ്ങനെ തനിച്ച് ഇവിടെ നിർത്തിയിട്ട് പോണ്ട മോനെ, അത് വേണ്ടട്ട മോനെ. അതെന്താണ് അമ്മായി അങ്ങനെ പറഞ്ഞത്? അല്ല പൊന്നുമോക്ക് വിഷമാവൂലേ, അതുകൊണ്ട് പറഞ്ഞാണേ. ഓ അവള് സ്ട്രോങ് ആണ് അല്ലേ? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയിട്ടുണ്ടാവും അല്ലേ? പൊന്നു ആളാകെ മാറിപ്പോയല്ലേ ചേട്ടാ. പണ്ട് 1 പറഞ്ഞാ 4 തിരിച്ചു പറയണവളാ. നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. നന്ദുമോൻ എന്റെ സ്വന്തം മോനെ പോലെയാണ്. ഞാൻ അവനോട് എല്ലാ കാര്യവും പറയും. മോനറിയോ, പണ്ട് ദിവസം ഇവളെ LKG UKG കണ്ടുവാണ്. അന്നേരം ഓട്ടോറിക്ഷക്കാരൻ രാവിലെ ഓട്ടോറിക്ഷ കയറ്റി കൊണ്ടുപോണ സമയത്ത് എന്തോ പറഞ്ഞെന്ന് ദേഷ്യം കയറിയിട്ടില്ലേ അവളവിടെ സ്കൂളിൽ ഒളിച്ചിരുന്ന് അയാളെ പേടിപ്പിക്കാനായിട്ട്. അയാളാണെങ്കിൽ അവിടെ നിന്ന് പ്രാണം കത്തി ഇവിടെ വന്ന്. പണ്ടത്തെ പോലെ ഫോണുണ്ടാ? എന്റെ ദൈവമേ, അയാള് വായി പിടിച്ച് ഇവിടെ വന്ന് കരച്ചിൽ. അവിടെ പോയി അമ്മാവനൊക്കെ പോയി അന്വേഷിച്ച് സ്കൂളിൽ ബാത്റൂമിന്റെ വാതിലിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നു ഇവള്. അത്രക്ക് വാശിക്കാരിയാണ് ഇവള്. ഞാനോ ഇതൊക്കെ എപ്പിണ്ടായതാ? നിനക്ക് ഓർമ്മയുണ്ടാവാൻ വഴിയില്ലാന്ന്. UKG LKG അങ്ങനെ എന്തോ അങ്കമാടിയാണാവോ? അല്ലേ ചേട്ടാ, ഓർമ്മയില്ലേ ചേട്ടാ? ചെറുതായിട്ട്. ഇതൊന്നും ഇവളെ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു കഥ പോലും എനിക്ക് ഓർമ്മയില്ല ഏട്ടാ. അമ്മായി പറഞ്ഞുതരാം മക്കളെ, ഒരുപാട് കഥകളുണ്ട് ഇവളുടെ. നാളെ വൈകുന്നേരം വരെ നിങ്ങൾ ഇവിടെ ഉണ്ടാവുമല്ല. പറയാം, പതുക്കെല്ലാം പറയാം. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിള്ളേരെ ബോറടിപ്പിക്കല്ലേടി സുരഭി. പിള്ളേർക്ക് റൂം കാണിച്ചു കൊടുക്ക്. നന്ദൂട്ടാ ദേ അതാണ് മുറി. അവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തോ. തോർത്തൊക്കെ സൈഡിൽ തന്നെ ഇട്ടിട്ടുണ്ടേ. എന്റെ മോന്റെ മുറിയാണ്. ഇപ്പൊ അവൻ ദുബായിലാണ്. എന്നോട് പൊന്നു പറഞ്ഞായിരുന്നു, ഞങ്ങളുടെ കല്യാണം 2 ദിവസം കഴിഞ്ഞപ്പോ കണ്ടല്ലേ ദുബായിക്ക് പോയത്. അവള് പറഞ്ഞായിരുന്നു എന്നോട്. പോയതല്ല, അവനെ പറഞ്ഞു വിട്ടത്. എവിടെന്ന്? അത് കമ്പനിയുടെ ഒരു ബ്രാഞ്ച് ദുബായി തുടങ്ങി. അപ്പൊ ഇവിടെ നിന്ന് പോവാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോയതാ. എന്നാ ചെല്ല്. എടോ പൊന്നപ്പ, എന്താണ് ഇത്ര ആലോചിക്കാനായിട്ടുള്ളത്? പോയി ഡ്രസ്സൊക്കെ മാറ്. ചെല്ലു മോനെ. മോളെ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് അമ്മായി. ഇത് കുട്ടേട്ടന്റെ റൂമല്ലേ? അതെ, കുട്ടന്റെ മുറിയാണ്. നിങ്ങൾ വരുന്ന കാര്യം ഞാൻ അവനോടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. പക്ഷെ ഈ മുറിയിലാണ് കിടക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ മെത്തയിൽ ഇരുന്നിട്ട് എന്നെ നടുവേനെടുക്കണ്. കുട്ടേട്ടനെ എങ്ങനെയാ സ്ഥിരം അതിനകത്ത് കിടന്ന് ഉറങ്ങിയിരുന്നത്? അവൻ ഇടക്കിടക്ക് പറയണാണ് ഈ കിടക്കൊന്ന് മാറ്റാമ്മേന്ന്. ഞാൻ സമ്മതിക്കാണ്ടാണ്. അധികമായിട്ടില്ല മേടിച്ചിട്ടേ. പിന്നെ അവൻ എല്ലാത്തിനും അഡ്ജസ്റ്റ് ആവണ സ്വഭാവമാണല്ല. മോളുടെ കാര്യത്തിനും അവൻ നന്നായിട്ട് അഡ്ജസ്റ്റ് ആയായിരുന്നേ.
അമ്മായി, ചേട്ടന്റെ വീട്ടിലെ എല്ലാ മുറിയിലും എമാ മാട്രസ് ആണ്. കുട്ടേട്ടനോട് അതൊരെണ്ണം മേടിക്കാൻ പറ, അപ്പൊ സുഖമായിട്ടിരുന്ന് ഉറങ്ങാലോ. എമാ മാട്രസിന്റെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയുണ്ട് മോളെ, നല്ലതാണാ? നല്ലതാണോന്നാ? ഇതേ 33 കൺട്രീസിലുള്ളതാ. അതുപോലെ ഇത് യൂറോപ്പിലെ ഹയസ്റ്റ് സെല്ലിംഗ് മാട്രസ് ആണ്. അതുപോലെ സോഫ്റ്റ് മാട്രസും ആണ്. ഇതിലെ ടോപ്പ് ലെയേഴ്സ് നമുക്ക് നല്ല കംഫർട്ടും ബ്രീത്തബിലിറ്റിയും തരും. ഇതിന്റെ ഒപ്പം ഒരു കട്ടർ ഉണ്ട്, അത് വെച്ച് നമുക്ക് ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു മാട്രസ് ഫുള്ളി ഡീകംപ്രസ് ആവണമെങ്കിൽ 4 to 5 hours പിടിക്കും. ഇതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഇതിൽ ഓർത്തോപീഡിക് സപ്പോർട്ടും അതുപോലെ കൂളിംഗ് സെൻസേഷനും ഉണ്ട്. അതുപോലെ തന്നെ മോഷൻ അബ്സോർപ്ഷൻ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. അതുപോലെ ഇത് ഫ്രീ ആൻഡ് ഫാസ്റ്റ് ഷിപ്പിംഗ് ആണ്. ഇതിൽ നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. ഇതിൽ 100 night ഫ്രീ ട്രയൽ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തിരിച്ചു കൊടുക്കാം. അത് മാത്രമല്ല കേട്ടോ, 15 year വാറന്റിയും ഉണ്ട്. അതുപോലെ ഇപ്പൊ 55% ഓഫ് സെയിലും ഉണ്ട്. അതുപോലെ എന്റെ കൂപ്പൺ കോഡ് ആയതാ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ 15% കൂടി ഓഫ് കിട്ടും. എന്നാ പിന്നെ ഈ പ്രാവശ്യം ഓണത്തിന് അവനൊരെണ്ണം മേടിച്ചു കൊടുത്തേക്കാം. അവൻ അവിടെ ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിടക്കൊന്നും കൊള്ളൂല എന്നൊക്കെ പറയുന്നുണ്ട് ദുബായില. എന്തായാലും ഇവിടെ നാട്ടിൽ വരുമെങ്കിലും സമാധാനമായിട്ട് ചെറുക്കനൊന്നും ഉറങ്ങട്ടെ. അപ്പൊ പേര് മറക്കണ്ടാട്ടാ, എമാ മാട്രസ്. അവന്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരൊക്കെ എങ്ങനെയുണ്ട് മോളെ? നല്ല സ്നേഹമാണ് എന്നോട്. ചേച്ചിമാർക്കും അതെ, അമ്മക്കും അതെ, അച്ഛനും അതെ, എല്ലാവർക്കും നല്ല സ്നേഹ. കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറുമ്പോ എല്ലാ വീടും സ്വർഗമായിരിക്കും. പിന്നീട് ഒരുപാട് കാലം നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ സ്വഭാവമൊക്കെ മനസ്സിലായി കഴിയുമ്പോഴാണ് അത് നരകാവണത്. പിന്നിപ്പോ ഞങ്ങളെയൊക്കെ പോലെ അറിയണവരുടെ വീട്ടിലോട്ടാണ് ചെന്ന് കയറണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പണ്ട് തുടങ്ങി അറിയണല്ലേ അവരുടെ സ്വഭാവമൊക്കെ, അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ആയിട്ട് പോകും. ഇല്ലമ്മായി, അവര് നമ്മളെ പോലെ തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. കുട്ടന്റെ കാര്യം അവൻ അറിയോ? എന്ത് കാര്യം? അല്ല, അവന് നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാ? ഞാനതൊന്നും പറഞ്ഞിട്ടില്ല അമ്മായി. എന്താ ആവശ്യം അതൊക്കെ പറയേണ്ടത്? അതും ശരിയാ. ഇനി കേൾക്കോ? മോനെ കണ്ടപ്പോ തന്നെ എൻ്റെ കുട്ടമ്മോനെയാണ് ഞാൻ ആലോചിച്ചത്. അവൻ ദുബായി പോവാൻ കാരണം ശരിക്കും പറഞ്ഞ ഒരു പെണ്ണാണ്. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടുണ്ടോ? പക്ഷെ ഞാൻ കണ്ടു മോനെ എന്റെ ജീവിതത്തിൽ. അതെന്താ, കുട്ടനിപ്പോ ജോലിയായിട്ട് പോയതല്ലേ അവിടെ? ജോലി സംബന്ധിച്ച് തന്നെയാണ് പോയത്. പക്ഷെ വേറൊരു കാര്യവും കൂടി ഉണ്ടായിരുന്നു. എന്ത് കാര്യം? അത് ഞാനിപ്പോ എങ്ങനെയാ മോനോട് പറയാ? പക്ഷെ പറയാതിരിക്കാൻ എനിക്ക് വയ്യ. എന്റെ കുട്ടമ്മോനെ പോലെ കണ്ടുപോയില്ലേ. കുട്ടമ്മോന് പൊന്നൂന് ഇത്തിരി ഇഷ്ടമൊക്കെ ആയിരുന്നു. ഞങ്ങൾ കല്യാണം ഉറപ്പിച്ച് വെച്ചിരുന്നതാ. അവർക്കൊക്കെ സമ്മതമായിരുന്നു. പിന്നെ പഠിച്ച് കുറെ കാലം കഴിഞ്ഞപ്പോ ജോലിയൊക്കെ നല്ലതില്ലെന്നും പറഞ്ഞുണ്ടേ അവൻ അങ്ങോട്ട് തഴഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. ഞാൻ വിചാരിച്ച എന്റെ മോളാണെങ്കിൽ പഠിക്കാത്ത ഒരുത്തന് കെട്ടിച്ച് ഞാൻ കൊടുക്കോ? ഇല്ല, അത് തന്നെ. അപ്പൊ മോന്റെ ആലോചന വന്നത് ഒന്നും നോക്കാണ്ടെങ്കിൽ അത് നടത്തിവിട്ട്. സന്തോഷമുള്ളൂ, പൊന്നുമോളെ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കട്ടെ. എന്റെ മോൻ പക്ഷേ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു അമ്മായി. അല്ല, മോനിതെങ്ങനെ അറിയാനാണ്? മോന്റെ ആലോചന വന്നപ്പോ ഒന്നും ആലോചിക്കാണ്ട് കണ്ണടച്ചങ്ങോട്ട് കല്യാണം നടത്തി. ആര്? അവളുടെ അമ്മ, എൻ്റെ ഒരേ ഒരു നാത്തൂൻ. വിഷപ്പാമ്പാണ് അവള്, മൂർഖൻ. എപ്പോഴാണ് തിരിഞ്ഞു കൊത്തണേന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചേക്കണേ പൊന്നുമോനെ. കുട്ടമോനെ പോലെ കണ്ടിട്ട് ഞാൻ പറയുന്നേട്ടാ, അല്ലെങ്കിൽ ഞാൻ പറയൂല. മനസ്സിൽ വെച്ചേനെ. പിന്നെ ഇതാരോടും പറയണ്ട, അമ്മായി പറഞ്ഞേ. പാവന്റെ മോൻ ഇക്കാര്യം ഓർത്ത് മനസ്സ് വിഷമിച്ച് ഒട്ടും പിടിച്ചേക്കാൻ പറ്റാണ്ടാണ് ദുബായിലോട്ട് പോയത്. എന്നാ ശരി, പൊന്നുമോളും കൂടി ഇറങ്ങിയിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ട് വാ, ഭക്ഷണം കഴിക്കാം ആദ്യം കേട്ടാ. അയ്യോ മോനെ, അതൊക്കെ ഒന്ന് ഇത്തിരിയും കൂടി എടുത്ത് കഴിക്കായിരുന്നില്ലേ മോനെ? മതിയമ്മായി, ഇത് തന്നെ വയറിഞ്ഞ്. വീട്ടിലെ ഇത്രക്ക് അധികം ഭക്ഷണം കഴിക്കാറില്ല. അമ്മായി, എന്നാ ഞാൻ എണീറ്റോട്ടെ, എന്റെ കൈ ഉണങ്ങണ്. പാത്രം അവിടെ വെച്ചോ മോനെ, പോയി കൈ എഴുതുക. എന്നിട്ട് വേണ്ടമ്മായി, അതൊന്നും കുഴപ്പമില്ല, ഇതെന്റെയും കൂടി വീടല്ലേ. കേട്ടില്ലേ അവള് പറഞ്ഞത്? അവളുടെയും കൂടി വീടാണെന്ന്. അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവളുടെ തള്ള സമ്മതിച്ചില്ല. അതാണ്. പിന്നെ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചപ്പോഴാണ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് മോനെ. എന്ത് കാര്യം? അതിനി പറയേണ്ട ആവശ്യമില്ല മോനെ, വഴിയെ മോനെ എല്ലാം അറിഞ്ഞോളൂ.
അമ്മായി ഞാൻ അവിടെ കിടന്ന പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ എന്തിനാണ് മോളെ അതൊക്കെ ചെയ്തത്? ഈ കൊച്ചിന്റെ കാര്യം നോക്കണേ. എന്ത് കണ്ടാലും എന്ത് ജോലി കണ്ടാലും അപ്പ ചാടി കയറി അങ്ങോട്ട് ചെയ്യും. നല്ല കൊച്ച്. ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ, എനിക്ക് വല്ലാത്ത തലവേദന, യാത്ര ചെയ്തിട്ടാന്ന് തോന്നണം. ചെല്ലു മോളെ ചെല്ല്, ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പോയി റെസ്റ്റ് എടുക്ക്. ചേട്ടാ ചെല്ലു. ഇതുപോലെയാണ് എപ്പോഴും ക്ഷീണമാണ്, എപ്പോഴും ക്ഷീണം. അവക്ക് ബ്ലഡ് കുറവാണെന്ന് പറയണ്ടേ, ചിലപ്പോ അതിന്റെ ക്ഷീണമായിരിക്കും. ഇതുപോലെ പണ്ടേ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഇതേപോലെ ഇടക്കിടക്ക് ക്ഷീണം വരും. അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ കുറേ നാളെന്തോ ചികിത്സയാണെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ എങ്ങാണ്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ക്ഷീണമെന്നും നമുക്ക് അറിഞ്ഞുകൂടാട്ടാ. ഞാൻ എൻ്റെ കുട്ടമ്മോനെ പോലെ കണ്ടിട്ട് ഞാൻ പറയണം മോനെ, കോളേജിൽ പഠിച്ചപ്പോൾ ഒരു ചെക്കനായിട്ട് എന്തോ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അതിവിടെ അമ്മാവൻ അറിഞ്ഞിട്ട് അമ്മാവൻ വലിയ പ്രശ്നം ഉണ്ടാക്കി. എനിക്ക് എന്തൊക്കെയൊന്നും അറിഞ്ഞൂടാ. പിന്നെ കുടുംബ പാരമ്പര്യം ഒന്നും കളയണ്ട, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ല എന്ന് വിചാരിച്ച് എൻ്റെ മോനെ ഞാൻ ആലോചിച്ചാണ് കേട്ടോ. അല്ലാണ്ട് വലിയ ഇഷ്ടമൊന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളുടെ കുടുംബം അങ്ങനെ ചിന്നിച്ചെതറി പോകണ്ടല്ല എന്ന് ഓർത്ത് സമ്മതിച്ചാണ്. എനിക്ക് ആങ്ങളെയും പെങ്ങളുമായിട്ടിരിക്കുന്ന അമ്മാവൻ്റെ മക്കളും കല്യാണം കഴിക്കുന്ന കാര്യം എനിക്ക് വലിയ താല്പര്യമല്ല. പക്ഷെ ഇവിടെ അച്ഛനൊക്കെ നല്ല താല്പര്യമായിരുന്നു. പിന്നെ നമുക്ക് എന്ത് പറയാൻ, ഒരു ചെക്കനായിട്ട് അഫെയർ ഉണ്ടായിരുന്ന കാര്യം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാം പറഞ്ഞിട്ടുണ്ടാവൂല. ഇന്നാ മോനെ ഇത് കുടിച്ചോ. മോള് എഴുന്നേറ്റില്ലേടാ? ഇല്ലില്ല, നല്ല തലവേദന എടുക്കണ്ടെന്ന് പറയണ്ടായിരുന്നു. അല്ലെങ്കിലും അതെ, പണ്ടേ മുതൽക്കേ ഉറങ്ങാൻ വേണ്ടി അവള് പറയുന്ന ഒരേ ഒരു അടവ് ഈ തലവേദനയാണ്. അമ്മാവൻ എന്തി അമ്മായി? അമ്മാവനും ഉറങ്ങി. ഞാൻ 5 മണി കഴിഞ്ഞിട്ടേ എനിക്കുള്ളൂ. പുള്ളിക്ക് അങ്ങനെ ഉച്ചമയക്കം നന്നായില്ലെങ്കിൽ ശരിയാവൂല. എന്നോടും കൂടി അങ്ങോട്ട് കയറരുന്ന് പറഞ്ഞ് വാതിൽ കുത്തിയിട്ടിട്ടാണ് ഉറങ്ങണത്. ഹലോ, എന്താടി? ആണോ? എപ്പോ? ഞാൻ അറിഞ്ഞില്ലേട്ടാ. ശരി ശരി ശരി. മോനെ, ഇപ്പോഴത്തെ ജനറേഷന്റെ കാര്യം ഞാൻ ആലോചിക്കാണ് പൊന്നു മോനെ. ഇപ്പം ഇത് അവിടെ ഉള്ളതാണ്, ഈ വളവ് തിരിഞ്ഞ് 3ാമത്തെ വീട്. അവൻ്റെ മോള് ഒളിച്ചോടിപ്പോയിന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസം. നിങ്ങളുടെയൊക്കെ ഒരു ടൈമിലായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ് 1 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ചെക്കന് ഉപേക്ഷിച്ച് കാമുകനുണ്ടായിരുന്നെന്ന് പണ്ട്. അവൻ്റെ ഒപ്പം പോയി എന്നാണ് കേൾക്കണത്. എന്തായാലും മോനൊന്ന് സൂക്ഷിച്ചോട്ടാ. നിന്നെയും അവളെ മനസ്സുകൊണ്ട് 2 പാത്രത്തിലോട്ടാക്കിയിട്ട് ഈ അമ്മായി ഇവിടെ നിന്ന് നിങ്ങളെ വിടൂ. നിന്റെ അമ്മായിന്ന് നിനക്ക് ശരിക്കും അറിഞ്ഞൂടാ. അമ്മായി, ചേട്ടൻ പറയണ ഇന്ന് തന്നെ പോയാലോ എന്ന്. ചേട്ടൻ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. അയ്യോ, അതെങ്ങനെ ശരിയാവാനാണ്? ഞാൻ പകുതി പറഞ്ഞു കഴിഞ്ഞേ ഉള്ളൂ. എന്ത്? അല്ല, ഞാനേ പകുതി പാത്രം കഴുകി കഴിഞ്ഞുള്ളൂ എന്ന് പറയായിരുന്നു. അതെന്താടാ മുത്തേ പോണത്? നാളെ വൈകിട്ട് പോവുള്ളൂ എന്നല്ലേ പറഞ്ഞിരുന്നത്? എനിക്കറിയില്ല അമ്മായി, ചേട്ടനാ പറയണ ഇപ്പൊ തന്നെ പോവാന്ന്. എന്നാലേ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി അവനോട് സംസാരിക്കാം. വേണ്ടമ്മായി, കുഴപ്പമില്ല, ഞങ്ങൾ പോയിട്ടേ പിന്നൊരു ദിവസം വരാം. അതെ അമ്മായി, ഞങ്ങളെ പോയിട്ട് പിന്നൊരു ദിവസം വരാം. ചെല്ല്, പോയി ബാഗ് എടുക്ക്. എന്നാലും മോനെ, ഇത്ര പെട്ടെന്ന് പോണമായിരുന്നോ? എനിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു മോനോട്. കുഴപ്പമില്ല അമ്മായി, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കുറെ ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് വരാം. അമ്മായിയുടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് കേൾക്കാൻ വേണ്ടിട്ട് ആക്കിയതാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഇറങ്ങട്ടെ എന്നാ. എന്നാലും നിങ്ങളെ പോണേണെന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത വിഷമം. എന്നാണ് പൊന്നു ഇങ്ങോട്ട് വരുന്നത്? ഞാൻ വരാം അമ്മാവ. പെട്ടെന്നൊരു അത്യാവശ്യ കാര്യം വന്നോണ്ടാണ് അമ്മാവ. ഞാൻ എന്റെ കാര്യം വിട്ടുപോയിരിക്കുന്നു. ഇവിടെ വന്ന് കയറിയതിന് ശേഷമാണ് വിളി വന്നതാണെന്ന്. അത്യാവശ്യം നടക്കട്ടെ. ഇനിയിപ്പോ ഒരു ദിവസം ഇങ്ങോട്ടായിട്ട് തന്നെ ഇറങ്ങണം കേട്ടോ. ശരി അമ്മായി, എന്നാ പിന്നെ വരാം. ശരി എന്നാ. ശരി അമ്മായി. പൊന്നുമോളെ ടാറ്റാ. എന്നാലും മുഴുവൻ ആ ചെക്കനോട് പറഞ്ഞു തീർന്നില്ലായിരുന്നു. എന്തുന്നാടി മുഴുവൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞത്? അതെന്റെ ജീവചരിത്രം മുഴുവൻ പറഞ്ഞു തീർന്നില്ലായിരുന്നു. അതിനു മുമ്പ് അങ്ങോട്ട് പോയി. നിന്റെ ജീവചരിത്രം. എന്നാലും എന്റെ മനസ്സിൽ ഉദ്ദേശിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ അത്ര അങ്ങോട്ട് പറയാൻ പറ്റിയില്ല. ഞാൻ അവിടെ പോയി പറയാം.
അമ്മാവന് നല്ല വിഷമായി ചേട്ടാ. നാളെ പോകുന്നല്ലേ പറഞ്ഞിരുന്നത്. പൊന്നു, നാളെ വരെ നിന്നിരുന്നെങ്കിൽ നിന്റെ അമ്മായി നമ്മളെ രണ്ടാക്കിയാനെ. നീ ഇങ്ങോട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞ കാര്യങ്ങളില്ലേ, അതൊക്കെ നേരായിരുന്നു. ചേട്ടാ, ഞാൻ ചേട്ടനോട് ഒരു കാര്യം പറയാം. വേറൊന്നുമല്ല, എൻ്റെ അമ്മായി ഭയങ്കര സാധനമാണ്, വിചാരിക്കുന്ന ആളെയല്ല. അമ്മാവൻ പാവം കേട്ടാ. എൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ മുടങ്ങാൻ പ്രാർത്ഥിച്ച അമ്മായി ആയിരിക്കും. കല്യാണത്തിനാണെങ്കിൽ തലേ ദിവസം വന്നിട്ട് പറഞ്ഞ് എന്തോ പരിപാടി ഉണ്ടെന്ന്, എന്തോ ആർക്കോ വയ്യെന്നോ അങ്ങണ്ടും പറഞ്ഞുകൊണ്ട് നേരെ കോഴിക്കോടേക്ക് വിട്ട് കളഞ്ഞു. അമ്മായിയുടെ പേര് കോഴിക്കോടാണ്. എൻഗേജ്മെൻറ്റിന് എന്തോ പറഞ്ഞു ഒഴിഞ്ഞ്. അങ്ങനെ ഓരോ പരിപാടിക്കും ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞ്. അമ്മായിക്ക് എന്നെയും കൊണ്ട് കുട്ടിയേട്ടനെ കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്കെന്തോ സഹോദരങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കണ പോലെ എനിക്ക് തോന്നും. അമ്മാവൻ്റെ മക്കളാണെങ്കിലേ നമ്മുടെ ചേട്ടനായിട്ടല്ലേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവർക്ക് അങ്ങനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. എൻ്റെ അച്ഛൻ പറയുന്നത് സ്വത്തുക്കൾ കണ്ടിട്ടാണ് അത് വിട്ടു കൊടുക്കാനുള്ള മടിയും കൊണ്ടാണെന്നൊക്കെയാണ് പറയണേ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ചേട്ടനൊന്നും മനസ്സിൽ വെക്കണ്ട കേട്ടാ. മിക്കവാറും എന്തെങ്കിലും പറയും. എന്നോട് നീ ഇത് പറഞ്ഞോണ്ട് മാത്രമല്ല, പുള്ളിക്കാരി ആദ്യം സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ആ ക്യാരക്ടർ മനസ്സിലായതാണ്. പിന്നെ നാളെ വരെ നിൽക്കേണ്ട വന്നാൽ ഇതിലും വലുത് കേൾക്കേണ്ടി വരും. അതെനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോവാന്ന് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു ചേട്ടാ അമ്മായി പറഞ്ഞത്? വാ, നടന്നോണ്ട് പറയാ, കുറേ ഉണ്ട്.